ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയായ ആന്ധ്ര ചിക്കൻ കറിയാണ്. ഇതിനെ നമുക്ക് മാംഗോ ചിക്കൻ കറി എന്നുകൂടി പറയാം. ഈ റെസിപ്പിയിൽ മെയിനായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമാങ്ങ. അതാണ് ഈ റെസിപ്പിക്ക് ഒരു ഡിഫറെൻ്റ് ആയ ടേസ്റ്റ് കൊടുക്കുന്നത്. പുളിയുള്ള തരത്തിലുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ മാംഗോ ചിക്കൻ കറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. മാംഗോ ചിക്കൻ കറി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ റെസിപ്പിക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമാങ്ങ. അതൊരു മീഡിയം സൈസ് പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ മസാലകളും ഞാൻ ഈ ചിക്കൻ കറിയിൽ ഉപയോഗിച്ചിട്ടില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും കുക്കിങ്ങിനും ആവശ്യമായിട്ട് നമുക്കൊരു മസാല പേസ്റ്റ് വേണം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം പുളിയുള്ള മാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മേൽപ്പറഞ്ഞ ഇൻഗ്രീഡിയൻസിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നമുക്കിനി മാംഗോ ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കാം. അതിനുശേഷം അതിൽ 6 വറ്റൽ മുളക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി ഈ സെയിം പാനിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് അത് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നിങ്ങൾക്ക് മീഡിയത്തിൽ വെക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർക്കാം. ഇവയെല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് സമയം നമുക്ക് ചൂടാറാൻ വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർക്കാം. ഇവയെല്ലാം കൂടി നല്ല ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ പേസ്റ്റിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവ രണ്ടും നന്നായി യോജിപ്പിക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി നമ്മൾ തയ്യാറാക്കിയ പേസ്റ്റിൽ നിന്നും പകുതി ഭാഗം ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് 5 ഏലക്കായ, 2 ഇഞ്ച് കനത്തിലുള്ള കറുവപ്പട്ട, ഇവയുടെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാം. തീ നന്നായി കുറച്ച് വച്ചതിന് ശേഷം വേണം നമുക്ക് ഈ പേസ്റ്റ് ആഡ് ചെയ്യാൻ.
ഇത് 1 മിനിറ്റ് നമുക്ക് എണ്ണയിൽ വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് 1 മിനിറ്റ് നമുക്ക് വഴറ്റാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. അടുത്തതായി നമ്മൾ ആഡ് ചെയ്യുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു മീഡിയം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. അതിനുശേഷം 1-2 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നതുവരെ നമുക്ക് കുക്ക് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരിയും ഉപയോഗിക്കാം. തക്കാളി വെന്തതിന് ശേഷം മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. അത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ കറി കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മൂടി തുറന്ന് ചിക്കൻ കറി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. 15 മിനിറ്റിന് ശേഷം ചിക്കൻ കറി പാകമായോ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും 1 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഈ വീഡിയോനെ പറ്റി അറിയാനുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.